കുറ്റകൃത്യങ്ങൾ ആസൂത്രണം ചെയ്യാനായി ഒത്തുകൂടിയ 34 അംഗ സംഘത്തെയാണ് തൃശൂർ റൂറൽ പോലീസ് ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് പിടികൂടിയത്. 23 സ്റ്റേഷനുകളിലായി കൊലപാതകം, കവർച്ച, മയക്കുമരുന്ന് കടത്തു തുടങ്ങി ഒട്ടനവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ് പിടിയിലായവർ. 14 ബൈക്കുകളും 4 കാറുകളും ഇവരിൽ നിന്നും കണ്ടെടുത്തു. ഒന്നോ രണ്ടോ പ്രതികളെയായി പിടികൂടാൻ പോലീസിന് പലതവണ അവസരം ലഭിച്ചു. പക്ഷേ അതവർ വേണ്ടാന്ന് വെച്ചു. കൃത്യമായ പ്ലാനിംഗ് ആയിരുന്നു. മൊത്ത സംഘാംഗങ്ങളെയും ഒരുമിച്ച് പൂട്ടണമെന്ന പോലീസിന്റെ ഉറച്ച തീരുമാനം. തൃശൂർ റൂറൽ പോലീസ് അത് പ്രാവർത്തികമാക്കുകയും ചെയ്തു. കുറ്റകൃത്യങ്ങളിലെ പങ്കാളിത്തം ഒരുമിപ്പിച്ച ആളുകൾ വീണ്ടും കൂടുക എന്ന് പറയുന്നത് അത് വളരെ അപകടകരമായ അവസ്ഥയാണ്. ഒരു തരത്തിൽ നമുക്കത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത്തരം സംഗതികളെക്കുറിച്ച് വളരെ കരുതലോടെയാണ് പോലീസ് ഇരിക്കുന്നത്. ശക്തമായ നടപടികൾ ഇനിയുണ്ട്. ഓപ്പറേഷനിലേക്ക് തീർന്നിട്ടില്ല. ഞങ്ങളൊരു 5 ദിവസം, ഇന്നലെ രാത്രി മുതൽ 15-ാം തീയതി രാത്രി വരെ 5 ദിവസത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ ഡ്രൈവാണ്. അതിൻ്റെ തുടക്കമാണ്. കേരളത്തിൽ തന്നെ ഗുണ്ടകൾ എന്ന് പറയുമ്പോൾ ആദ്യം ശ്രദ്ധിക്കപ്പെടുന്ന ജില്ല തൃശ്ശൂരാണ്. സ്വാഭാവികമായിട്ടും അത് തൃശ്ശൂർ തന്നെ ആദ്യത്തെ കേസ് നമ്മൾ പിടിച്ചു. പിടിയിലായവരിൽ കൊടകര കുഴൽപ്പണക്കേസ് പ്രതിയുമുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് ഇത്രയധികം ഗുണ്ടകൾ ഒത്തുചേർന്നത് എന്തിനെന്ന സംശയം ബലപ്പെടുകയാണ്. അതിനു പിന്നിലെ കാരണങ്ങൾ ഗൗരവമായി തന്നെ കണക്കാക്കുമെന്നും പോലീസ് പറഞ്ഞു. സുജി പട്ടാമ്പിക്കൊപ്പം നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.